നടക്കുള്ളൂ സംഭവം. അപ്പൊ ഇത് അതിനു മുമ്പ് എങ്ങനെ ഇതിനെ കംപ്ലീറ്റ് ആക്കാമെന്ന് നോക്കുന്നു. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ പോയപ്പോ തന്നെ എന്തായി, ആ ഔട്ടർ മോസ്റ്റ് ഷെല്ല് പുറമത്തെ മൂന്നാമത്തെ ഷെല്ല് തന്നെ അങ്ങ് പോയി. പിന്നെ ഇവിടെ 2 ഷെല്ലേ ഉള്ളൂ, അത് 2, 8 ആണ്. അപ്പൊ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്, രക്ഷപ്പെട്ടു, സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ല, ഇലക്ട്രോൺ ആരെങ്കിലും കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ നടന്നാൽ ഇവിടെ എന്താവും, സ്റ്റെബിലിറ്റി കിട്ടും. നോക്കാം ഇനി ആരെ. ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ 3ാമത്തെ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ്. ഈ ചാപ്റ്ററിലെ അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട് അങ്ങനെയുള്ള കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ചും ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് വെൻ ദീസ് ആറ്റംസ് കമ്പൈൻ ടുഗദർ? നമ്മളിപ്പോ പറഞ്ഞ ഓക്സിജന്റെ മഗ്നീഷ്യന്റെ കഥയിൽ ഇവിടെ എന്തുണ്ടാവും? ഒരു കോമ്പൗണ്ട് ഉണ്ടായാലേ പറ്റൂ, കാരണം അവിടെ പ്ലസും മൈനസും ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവരെ തമ്മിൽ വിട്ടുപോകാൻ പറ്റൂല. അട്രാക്റ്റിംഗ് magnesium transfer its 2 electrons to oxygen forming an ionic bond. വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. വിട്ടുകൊടുത്തപ്പോ മഗ്നീഷ്യം പോസിറ്റീവ് Mg2+ എന്നുള്ള പോസിറ്റീവ് അയോൺ ആയിട്ട് മാറി, അതുപോലെ ഓക്സിജൻ നെഗറ്റീവ് അയോൺ ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഈ ബോണ്ടിനെയാണ് നമ്മൾ അയണിക് ബോണ്ട് എന്ന് പറയുന്നത്. കോമ്പൗണ്ട് ഫോംഡ് ഏതാണ്? മഗ്നീഷ്യം ഓക്സൈഡ്. 2 ഇലക്ട്രോൺ ഓക്സിജന് കിട്ടി, മഗ്നീഷ്യം 2 ഇലക്ട്രോൺ പോയി, Mg2+, O2-, അവർ തമ്മിൽ ചേർത്ത്. പിന്നെ അവർക്ക് വിട്ടുപോകാൻ പറ്റില്ല, കാരണം എന്താ, ഓക്സിജൻ പോകാൻ നോക്കിയാൽ മഗ്നീഷ്യം പറയും എന്റെ ഇലക്ട്രോൺ തന്നിട്ട് പോടാന്ന് പറയും. അതുപോലെ സ്റ്റെബിലിറ്റിയും പോകും. ഓക്സിജന് പോകാനും പറ്റില്ല, സ്റ്റെബിലിറ്റി പോകും. അപ്പൊ എന്ത് ചെയ്യും? മാത്രമല്ല ഇവര് ഒന്ന് പോസിറ്റീവ് അയോണും ഒന്ന് നെഗറ്റീവ് അയോണുമാണ്. അപ്പൊ അവർക്ക് ഒരിക്കലും പിരിയാൻ പറ്റില്ല. അപ്പൊ അവര് ഒരിക്കലും എന്നല്ല, കെമിസ്ട്രിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. അതിലും റിയാക്ടിവിറ്റി കൂടി നമുക്ക് പുറകെ പഠിക്കാനുണ്ട്. വേറെ വന്നാൽ ഇനിയിട്ട് അടുത്തതിന്റെ പുറകെ പോകും. ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് നമ്മൾ സിങ്ക്, കോപ്പർ സിങ്ക് ഒക്കെ. ഇപ്പൊ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്തേക്ക് ഒരു സിങ്ക് കഷ്ണം ഇട്ടാൽ അപ്പോൾ എന്താവും, ഈ കോപ്പർ സൾഫേറ്റ് തമ്മിലുള്ള ബന്ധം അപ്പോൾ അവസാനിക്കും. കോപ്പറിനെ എടുത്ത് പുറത്തിയാടിയിട്ട് എന്താവും, അത് സിങ്ക് സൾഫേറ്റ് ആയിട്ട് മാറും. അത് നമുക്ക് പുറകെ പറയാം, അടുത്ത ചാപ്റ്ററിൽ പറയാനുണ്ട്. റിഡോക്സ് റിയാക്ഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് മഗ്നീഷ്യവും ഓക്സിജനും തമ്മിൽ ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ടായി. ഇനി ഇതൊന്നോട് വായിച്ചു നോക്കിയേ. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ദാറ്റ് ഹോൾഡ് ടുഗദർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ഓഫ് എ കോമ്പൗണ്ട് ഈസ് കോൾഡ് കെമിക്കൽ ബോണ്ട്. അപ്പൊ ഇവിടെ കെമിക്കൽ ബോണ്ട് ഉണ്ടായി. ആ ബോണ്ടിന്റെ പേരാണ് അയണിക് ബോണ്ട്. റൈറ്റ്. ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ആറ്റം നമ്പർ 11. സോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താണ്? 2, 8, 1 ആണ്. നമുക്ക് സോഡിയം ക്ലോറൈഡിലേക്കാണ് പോകുന്നത്. ഇപ്പൊ നമ്മൾ അയണിക് ബോണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അയണിക് ബോണ്ട് എന്തായിരിക്കും? യു ഹാവ് ലേൺഡ് ദാറ്റ് ദ കെമിക്കൽ നെയിം ഓഫ് ടേബിൾ സോൾട്ട്. ടേബിൾ സോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പ്, കറിക്കിടുന്ന ഉപ്പ്, അതാണ് സോഡിയം ക്ലോറൈഡ്. ലെറ്റ് us എക്സാമിൻ ദ കെമിക്കൽ ബോണ്ട് ഇൻ സോഡിയം ക്ലോറൈഡ്. അപ്പൊ കെമിക്കൽ ബോണ്ട്, സോഡിയം ക്ലോറൈഡിലെ കെമിക്കൽ ബോണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണെന്ന് പറഞ്ഞു. അപ്പോൾ 2, 8, 1 ആണ് അതിന്റെ. വാട്ട് ആർ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് എലമെന്റ്സ് ഓഫ് സോഡിയം ക്ലോറൈഡ്? സോഡിയം ക്ലോറൈഡിൽ ആരൊക്കെയുണ്ട്? സോഡിയവും ക്ലോറിനുമാണ് നമുക്കറിയാം. സോഡിയം Na ആൻഡ് ക്ലോറിൻ Cl. സോഡിയത്തിന്റെ കോൺഫിഗറേഷൻ നമ്മൾ പറഞ്ഞു 2, 8, 1. ഇനി ക്ലോറിന്റെ കോൺഫിഗറേഷൻ എന്തായിരിക്കും? അതിനു മുമ്പ് ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ സോഡിയം ആറ്റം? നമ്മളിപ്പോ പറഞ്ഞോളൂ 2, 8, 1. അപ്പോൾ പുറത്തുള്ളത് എന്തായിരിക്കും? ഒരൊറ്റ ആറ്റം ആയിരിക്കും. ഒന്നാമത്തെ ഷെൽ 2, രണ്ടാമത്തെ ഷെൽ 8, മൂന്നാമത്തെ ഷെൽ 1. ഈ പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിൽ വിചാരിക്കുക, കഴിഞ്ഞ ചാപ്റ്റർ കണ്ടിട്ടുള്ളവര് എന്ത് നോക്കുക, ഈ സോഡിയം കിടക്കുന്നത് ഫസ്റ്റ് ഗ്രൂപ്പിലായിരിക്കും, ആൽക്കലി മെറ്റൽസിലായിരിക്കും സോഡിയം ഉണ്ടാവുക, മൂന്നാമത്തെ ഷെല്ലിൽ അല്ലെങ്കിൽ മൂന്നാമത്തെ പീരീഡിൽ. അപ്പോൾ ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ദെയർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് എ സോഡിയം ആറ്റം? സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടാവും. ഹൗ ഡസ് ദ സോഡിയം ആറ്റം അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? അതിനെടുത്ത് പുറത്ത് കളഞ്ഞാൽ പോരെ. ഹൗ ഡസ് ദ സോഡിയം ആറ്റം അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? സിമ്പിൾ അല്ലേ? 2, 8, 1. ആ ഒന്നിനെ ആരെങ്കിലും വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകണമെങ്കിൽ ചുമ്മാ എടുത്ത് പുറത്തിടാൻ പറ്റിയല്ല. അത് വാങ്ങിക്കാൻ തക്ക ആരെങ്കിലും വന്നാൽ അവന്റെ തലയിൽ കെട്ടിവെച്ചാൽ എന്തായി? സോഡിയം രക്ഷപ്പെടും. ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ കിടക്കുന്ന ആ ഒരു ഇലക്ട്രോണിനെ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും കൊടുത്ത് ഒഴിവാക്കാം. ദ സോഡിയം ആറ്റം ലൂസസ് 1 ഇലക്ട്രോൺ ഫ്രോം ഇറ്റ്സ് ഔട്ടർ മോസ്റ്റ് ഷെൽ ടു
ഫോം എ സോഡിയം അയൺ Na പ്ലസ്. അപ്പോൾ ഒരു ഇലക്ട്രോണിനെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവിടെ Na പ്ലസ് എന്നിട്ട്. നമ്മൾ നേരത്തെ മഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ കൊടുത്തുകൊണ്ടാണ് Na2 പ്ലസ് എന്ന് പറഞ്ഞേ, ഓർത്തിരിക്കണം. അപ്പോൾ Na എന്താവും? 281 gives Na പ്ലസ് 28 പ്ലസ് 1 ഇലക്ട്രോൺ. ഇനി ഒറ്റ ഇലക്ട്രോണിനെ ആയിട്ട് മേടിക്കാൻ ആരെങ്കിലും വരുമോ? After losing 1 electron, sodium attains the stable octet electron configuration 2,8, like noble gas. Examining the chemical equation that illustration figure 3.1. അപ്പോൾ 3.1 ഫിഗർ നോക്കുക. The formation of sodium ion by removal of 1 electron from sodium atom. അപ്പോൾ 2, 8, 1 ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ഫസ്റ്റ് ഫിഗർ നോക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒറ്റ ഇലക്ട്രോൺ ഉണ്ട്, 2, 8, 1 ഉണ്ട്. ഇനി ആ ഒരു ഇലക്ട്രോണിനെ എടുത്ത് പുറത്ത് വെച്ചാൽ 2,8 എന്നായി. രണ്ടാമത്തെ ഫിഗറിൽ റൈറ്റ് സൈഡിലെ ഫിഗറിൽ 2,8 എന്നായി. എന്തായി? ആ ഇലക്ട്രോൺ പുറത്ത് കിടക്കുന്നു, പുറത്തെടുത്തിട്ടേക്കുന്നു. ആരും മേടിച്ചിട്ടില്ല. മേടിച്ചാലേ റിയാക്ഷൻ നടക്കുകയുള്ളൂ സംഭവം. അപ്പൊ ഇത് അതിനു മുമ്പ് എങ്ങനെ ഇതിനെ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി നോക്കുന്നു. അപ്പൊ ഈ ഒരു ഇലക്ട്രോൺ പോയപ്പോൾ തന്നെ എന്തായി? ആ ഔട്ടർ മോസ്റ്റ് ഷെല്ല്, പുറമത്തെ മൂന്നാമത്തെ ഷെല്ല് തന്നെ അങ്ങ് പോയി. പിന്നെ ഇവിടെ 2 ഷെല്ലേ ഉള്ളൂ, അത് 2, 8 ആണ്. അപ്പോൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ആണ്. രക്ഷപ്പെട്ടു, സ്റ്റെബിലിറ്റി കിട്ടിയിട്ടില്ല, ഇലക്ട്രോണെ ആരെങ്കിലും കൊണ്ടുപോകണം. അപ്പൊ അങ്ങനെ നടന്നാൽ ഇവിടെ എന്താവും? സ്റ്റെബിലിറ്റി കിട്ടും. നോക്കാം. ഇനി ആരെങ്കിലും വന്ന് ഇലക്ട്രോണിനെ മേടിക്കുമെന്ന് കൂടെ നോക്കിയാൽ മതി. ഇവിടെയൊക്കെ റിയാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ എനർജി ആയിട്ട് എന്തോ ഒരു ബന്ധമില്ലേ? അതെന്താന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം പറയാം. ഇനി നമുക്ക് അതിന്റെ ബാക്കി പറയാനുണ്ട്. The amount of energy required to remove the most loosely bound electron from the outermost shell of an isolated gaseous atom of an element is called its ionization. The amount of energy required to remove the most loosely bound electron from the outermost shell of an isolated gaseous atom of an element is called its ionization energy. അപ്പോൾ ഓരോന്നിനും ഈ അയണൈസേഷൻ എനർജി എന്നുണ്ടാവും. ഇപ്പൊ നമ്മൾ പോയിട്ട് സോഡിയത്തിന്റെ അടുത്ത് ഇലക്ട്രോണിനെ മേടിക്കണമെങ്കിൽ സോഡിയം ചേട്ടാ ഇലക്ട്രോണിനെ തരുവോ എന്ന് ചോദിച്ചാലും ചുമ്മാ തരൂല. സോഡിയത്തിന് അത് ഒഴിവാക്കേണ്ടതായിരിക്കും, എങ്കിലും തരൂല. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ മേടിക്കണമെങ്കിൽ, നമ്മളെന്നല്ല ഇപ്പൊ ക്ലോറിനോ അങ്ങനെയുള്ള സാധനങ്ങളോ അത് മേടിക്കണമെങ്കിൽ അവിടെ ഒരു എനർജി വേണം. വെറുതെ ആരെങ്കിലും പോയി ചോദിച്ചാൽ കൊടുക്കൊന്നുമില്ല. അപ്പൊ അതിനൊരു എനർജി വേണം. അപ്പോൾ ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ദ മോസ്റ്റ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർമോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാസ്. ഇപ്പോൾ സോഡിയത്തിന്റെ ആണെങ്കിൽ ഗ്യാസ് ഐറ്റമാണ്. ഇവിടെ ഇപ്പോൾ സോഡിയത്തിന്റെ കേസ് നമ്മൾ എക്സാമ്പിൾ പറയുന്നേ. അപ്പോൾ അവിടെ കൊടുക്കേണ്ട എനർജി, ഇവിടെ ഇപ്പോൾ സോഡിയത്തിനൊക്കെ ആണെങ്കിൽ ഒരുപാട് എനർജി കൊടുക്കേണ്ടി വരുമോ? ആലോചിച്ച് നോക്ക്. കാരണം സോഡിയത്തിന്റെ ആവശ്യമാണ് എങ്ങനെയെങ്കിലും. അപ്പോൾ നമുക്ക് അതിന്റെ ഈ ഡെഫിനിഷൻ അവിടെ കിടക്കട്ടെ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതുകൂടെ കഴിയുമ്പോൾ ഇതെന്താണ് ഇവിടെ ഉദ്ദേശിച്ചതെന്ന് കുറച്ചുകൂടി വ്യക്തമാകും. റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് എ ക്ലോറിൻ ആറ്റം. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ സോഡിയത്തിനടുത്ത് മേടിക്കാൻ വരുന്നത് ക്ലോറിൻ ആയിരിക്കും, നമുക്കറിയാം അല്ലേ? അപ്പോൾ ക്ലോറിൻ്റെ ആറ്റോമിക് നമ്പർ 17 ആണ്. ഇപ്പം എത്ര വരും? 2, 8, 7 അല്ലേ വരണ്ടേ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 287. അപ്പോൾ ഇവർ തമ്മിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടിയാലോ സോഡിയത്തിന് ഇലക്ട്രോണിനെ കൊടുക്കുകയും വേണം, ക്ലോറിൻ ഇലക്ട്രോണിനെ കിട്ടുകയും വേണം. ദിസ് മീൻസ് ക്ലോറിൻ ഹാസ് കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ, എം ഷെല്ലിൽ 7 ഇലക്ട്രോൺ. ഇപ്പൊ സോഡിയം ചെയ്തപോലെ 7 ഇലക്ട്രോണിനെ മൊത്തത്തിൽ ഒഴിവാക്കാനൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ എന്താ ചെയ്യാൻ പറ്റുക? 1 ഇലക്ട്രോണിനെ കിട്ടുവാണെങ്കിൽ അതിനെ മേടിച്ചു വെച്ചാൽ ഇതും 2, 8, 8 എന്നുള്ള ഒരു രീതിയിലേക്ക് വരും. അപ്പോൾ അവിടെ സ്റ്റെബിലിറ്റി കിട്ടും. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ നീഡഡ് ഫോർ ദ ക്ലോറിൻ ആറ്റം ടു അറ്റൈൻ ഒക്ടറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ? സിമ്പിൾ അല്ലേ? 2, 8, 7. 7 കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടെ കിട്ടി 8 ആയില്ലേ? അപ്പോൾ ഒരെണ്ണം മതി, 1 ഇലക്ട്രോൺ. Chlorine has 7 electrons in its outermost shell. It needs 1 more electron to complete its octet and become stable. Chlorine 287 plus 1 electron. അപ്പോൾ Cl മൈനസ് ആവുകയെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ ഓക്സിജന് മൈനസ് കിട്ടിയ പോലെ Mgക്ക് പ്ലസ് കിട്ടിയ പോലെ ഇവിടെ 1 ഇലക്ട്രോൺ മേടിച്ചാൽ Cl മൈനസ് ആയി, ക്ലോറിൻ ആറ്റം ക്ലോറിൻ അയോൺ ആയിട്ട് മാറി, ആനയോൺ ആയിട്ട് മാറി, നെഗറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറി. 288 എന്നുള്ള കോൺഫിഗറേഷൻ പക്ഷേ സ്റ്റേബിൾ ആണ്. നോട്ട് ദ ഇല്ലസ്ട്രേഷൻ. ഫിഗർ 3.2 ടെക്സ്റ്റിലുണ്ട്.
And the chemical equation given below. Here, a chlorine atom accepts an electron to become a chlorine ion. ഇതാ 287 ഒരു ഇലക്ട്രോണിനെ ആരോ കൊടുത്തു, അതിനെ മേടിച്ചു. എന്തായി? അപ്പോൾ 288 എന്നായി. ഷെല്ലിന്റെ എണ്ണത്തിനൊന്നും മാറ്റമില്ല, കാരണം 3 ഷെല്ല് തന്നെ ഉണ്ടായിരുന്നു, ഇപ്പോഴും 3 ഷെല്ല് തന്നെ ഉള്ളത്. പക്ഷേ ഔട്ടർമോസ്റ്റ് ഷെല്ല് കംപ്ലീറ്റ് ആയി. അത് 8 ഇലക്ട്രോൺ കിട്ടി, ഒക്ടറ്റ് കംപ്ലീറ്റ് ആയി. പക്ഷേ ഇത് എന്തായിരിക്കും? ദാ ഇവിടെ ഒരു മൈനസ് കിടക്കുന്ന കണ്ടോ? ഈ 1 ഇലക്ട്രോൺ വന്നതിൻ്റെ കൂടെ ആ ഇലക്ട്രോൺ വന്നു കഴിഞ്ഞപ്പോൾ ദാ ഇവിടെ എന്തായി? ഇത് ക്ലോറിൻ ആറ്റം, സാധാരണ ആറ്റം, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയ ആറ്റം. പ്ലസ് ഇവിടെ ഒരു 1 ഇലക്ട്രോൺ വന്നു. ആ ഇലക്ട്രോൺ വന്നപ്പോൾ എന്തായി? ഇത് ഇവിടെ അയോൺ ആയിട്ട് മാറി. ക്ലോറിൻ അയോൺ ആണ്, നെഗറ്റീവ് ചാർജുള്ള അയോൺ, ആനയോൺസ് എന്ന് പറയും. അപ്പോൾ ആനയോൺ ആയിട്ട് മാറി ക്ലോറിൻ. പക്ഷെ എങ്ങനെയൊക്കെ ആയാലും ഇവിടെ ഉദ്ദേശം എന്തായിരുന്നു? ടു അറ്റൈൻ സ്റ്റെബിലിറ്റി, 288 സ്റ്റെബിലിറ്റി കിട്ടി. ക്ലോറിൻ ക്ലോറൈഡ് അയോൺ. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ എനർജി റിലീസ്ഡ് when an electron is added to a neutral gaseous atom to form a negative ion. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഇലക്ട്രോണിനെ വിട്ട് കിട്ടണമെങ്കിൽ അവിടെ ദ എനർജി റിക്വയർഡ് ടു റിമൂവ് എന്നാണ് പറഞ്ഞത്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എനർജി ഈസ് ദ എനർജി റിലീസ്ഡ് when an electron is added to a neutral gaseous. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയ ആറ്റം, അതായത് ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണം ഈക്വൽ ആയിട്ടുള്ള ആറ്റം. ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം ടു ഫോം എ നെഗറ്റീവ് അയോൺ. അപ്പൊ ഇത് നെഗറ്റീവ് അയോൺ ആയി മാറാൻ എന്ത് ചെയ്യും? അപ്പൊ നെഗറ്റീവ് അയോൺ ആയിട്ട് മാറാൻ ശ്രമിക്കും. അതിനുവേണ്ടി അല്ലെങ്കിൽ മാറുമ്പോൾ ഇവിടെ എനർജി റിലീസ് ചെയ്യും. ഇനി അപ്പുറത്ത് സോഡിയത്തിന്റെ കേസിൽ പോസിറ്റീവ് അയോൺ ആയിട്ട് മാറാൻ എന്ത് വേണം? എനർജി റിക്വയർഡ് ടു റിമൂവ്. ഇവിടെ സംഭവം സെറ്റായില്ലേ? ഇവിടെ എനർജി കൊടുക്കാനുണ്ട്, അവിടെ എനർജി വേണം. അപ്പൊ ഈ എനർജി കൊടുത്തിട്ട് ആ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് മേടിച്ചാൽ സോഡിയത്തിന്റെ ഇലക്ട്രോണിനെ, അപ്പൊ എനർജിയുടെ അളവിലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നോക്കിയിട്ട് വേണം ഇതിനെ കമ്പൈൻ ചെയ്യാൻ. സോഡിയത്തിന് വേണ്ട എനർജിയും ക്ലോറിന് കൊടുക്കാൻ പറ്റുന്ന എനർജിയും ഈക്വൽ ആണെങ്കിൽ, ഇതെല്ലാം ഗ്യാഷ്യസ് ആറ്റത്തിന്റെ കാര്യമാണ് പറയുന്നത്, പക്ഷെ മറ്റുള്ളതും നമുക്കിത് അപ്ലൈ ചെയ്യാം, പഠിക്കാൻ വേണ്ടി ഇത് പറയാം. അപ്പം പക്ഷേ ഡെഫിനിഷൻ എഴുതുമ്പോൾ പ്രത്യേകിച്ച് ഗ്യാഷ്യസ് ആറ്റം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ദ എനർജി റിലീസ്ഡ് വെൻ ആൻ ഇലക്ട്രോൺ ഈസ് ആഡഡ് ടു എ ന്യൂട്രൽ ഗേഷ്യസ് ആറ്റം ടു ഫോം എ നെഗറ്റീവ് അയോൺ. അനലൈസ് ദ ഇല്ലസ്ട്രേഷൻ ഫിഗർ 3.3 റിഗാർഡിംഗ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ആൻഡ് ദ അറേഞ്ച്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് in shells in each atom during the formation of sodium chloride. സോഡിയം Na, ക്ലോറിൻ Cl, ഇവർ തമ്മിൽ യാദൃശ്യമായിട്ട് കണ്ടുമുട്ടി എന്ന് വിചാരിക്കും. സോഡിയത്തിന് ഒരു ഇലക്ട്രോൺ കൊടുക്കാനുണ്ട്, ക്ലോറിന് ഒരു ഇലക്ട്രോൺ കിട്ടാനുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും ഈ സംഭവം തിരിച്ചറിഞ്ഞാൽ രണ്ടുപേരുടെ മനസ്സിലും ലഡു പൊട്ടും. കാരണം എന്താ? സോഡിയത്തിന് എങ്ങനെയെങ്കിലും ഇതിനെ കൊടുത്തൊഴിവാക്കണം, ക്ലോറിന് എവിടെന്നെങ്കിലും ഒന്നിനെ കിട്ടണം. ഓരോന്നിനെ തന്നെയാണ് വേണ്ടത്, ഇനി ആരെയും തേടി പോകേണ്ട കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയം തൻ്റെ എല്ലാം ആ ഇലക്ട്രോണിനെ ക്ലോറിന് കൊടുത്തു, ക്ലോറിന് ആ ഇലക്ട്രോണിനെ വാങ്ങി. അപ്പോൾ സോഡിയം എന്തായിട്ട് മാറി? പോസിറ്റീവ് അയോൺ, ആ കാറ്റയോൺ ആയിട്ട് മാറി. സോഡിയം പോസിറ്റീവ് അയോണും ക്ലോറിൻ നെഗറ്റീവ് അയോണുമായിട്ട് മാറി. അങ്ങനെ Na പ്ലസും Cl മൈനസും ആണ്. അപ്പോൾ Na പ്ലസും Cl മൈനസും ആണെങ്കിൽ ഒന്ന് പ്ലസും ഒന്ന് മൈനസും ആണ്, അവർ തമ്മിൽ അട്രാക്ട് ചെയ്യും. അങ്ങനെ സോഡിയം ക്ലോറൈഡ് എന്നൊരു കോമ്പൗണ്ട് ഉണ്ടായി.